أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة മണ്ണിൽ വീണ് കിടക്കുന്ന മിസ്കീനിന് നീ ഭക്ഷണാദി കാര്യങ്ങളും മരുന്ന് ഭക്ഷണം ആവശ്യമായത് കൊടുത്തിട്ട് അവനെ ഉയർത്തിക്കൊണ്ടുവരിക. മണ്ണിൽ വീണ് കിടക്കുന്നവൻ ഇത് വിശ്വസിക്കുന്ന സംഘത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ കാര്യം അത്യാവശ്യമാണെന്ന് കരുതി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ജനതയുണ്ടല്ലോ, ആ ജനതയോട് ചേർന്ന് പ്രവർത്തിക്കുക. നിനക്ക് വിശ്വാസം മാത്രം പോരാ, നീ ആ വിശ്വാസികളായ ജനതയോട് ചേർന്ന് പ്രവർത്തിക്കുക. വിശ്വാസികളായ ഒരു ജനത ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. CH സെന്റർ ഉദാഹരണം. അള്ളാഹുവിന് വേണ്ടി നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ കാര്യം ഏറ്റെടുത്ത ജനങ്ങൾ ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നീ സുമ്മകാന മിനല്ലദീന ആമനൂ, ആ സംഘത്തിൽ നീയും ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുട്ടികളെ ശ്രദ്ധിക്കും കേട്ടാ, ഞാൻ നേരാവണ്ണം അർത്ഥം പറഞ്ഞുതരാം നിങ്ങൾക്ക്. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ഇരിക്കും. فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة. എത്ര പെണ്ണുങ്ങൾ ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് മരിച്ചുപോയ ഭർത്താവിന്റെ കഫന് വേണ്ടി തെണ്ടിയ കാലമുണ്ടായിട്ടുണ്ടാവും. എത്ര ഉണ്ട്. ഇന്ന് നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. അള്ളാഹു എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. ബുദ്ധിമുട്ടിയവനെ അതിൻ്റെ വില അറിയൂ, നമുക്കതറിയൂ. ബുദ്ധിമുട്ടിയവനെ പൊങ്ങച്ചം കാണിച്ചിട്ട് ഇന്ന് പത്രത്തിൽ വരുന്ന വാർത്ത കേൾക്കുമ്പോൾ ലജ്ജിച്ചു പോകുന്നു. മുസൽമാൻ 1 കോടി രൂപ കൊണ്ട് കല്യാണം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ പത്രം 1 കോടി രൂപ കൊണ്ട് ഒരുത്തൻ കല്യാണം നടത്തിയത്ര ഒരു ഹമുക്ക് പിടിച്ചവൻ. അവനെ ഹമുക്ക് എന്ന് ഒരുത്തൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ഹമുക്കായിരിക്കും. അവനെ ഹമുക്ക് എന്ന് പറയാത്തവൻ ഹമുക്കാണ്. അവനോട് പോയി പറഞ്ഞു കൊടുക്കുക, ഞാൻ അതിനാണ് ഈ കുപ്പായിട്ടിരിക്കുന്നത്. അവനെപ്പോലത്തെ പണച്ചാക്കുകളെ ഹമുക്കേ എന്ന് പറയാനാണ് ഈ കുപ്പായം ഞാൻ. അതെനിക്ക് കഴിയാത്തെന്ന് ഞാൻ ഈ കുപ്പായം ഊരി ഒഴിവാക്കിയിട്ട് വിറക് കെട്ടാൻ പോകും. ആ കല്യാണം നടത്തിയത് ഹമുക്കാണ്. ആ കല്യാണം അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുത്തവർ അതിനേക്കാൾ വലിയ ഹമുക്കുകളാണ്. എന്താ കാട്ടി? 1 കോടി രൂപ കൊണ്ട് കല്യാണം നടത്തിയത് ഒരുത്തൻ കണ്ണൂര് 1 കോടി രൂപ കൊണ്ട് കല്യാണം നടത്തി. കല്യാണത്തിൻ്റെ ഭക്ഷണ ഹാളിൽ 40 ടെമ്പററി AC. എവിടേക്കാണ് ഇവനൊക്കെ പോണത്? എന്തവൻ്റെയൊക്കെ വിചാരം? ഇവൻ്റെ ബാപ്പാൻ്റെതാ മുതൽ, ഇവൻ്റെ ബാപ്പാൻ്റെതാ മുതൽ. മിനൈന ഇക്തസബഹു വഫീമ അൻഫഖഹു. ചിന്തിക്കണം. പണ്ഡിതന്മാരുടെ നാവിൻ്റെ ബലക്ഷയം സംഭവിച്ചു എന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ. ഇതുവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ പണ്ഡിത വിദ്യാർത്ഥികൾ മതിയാവും. അള്ളാഹു അത്തരം ഹമാക്കത്തിനെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ കാവൽ നൽകട്ടെ. എന്താ ഈ പറയുന്നത്? എടാ, ഈ ഒന്ന് വന്നു നോക്ക്, നാളെ രാവിലെ ഒന്ന് വന്നു നോക്ക്. ഇവിടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് പുഴുവരിക്കുന്ന മനുഷ്യന്മാരെ കഷ്ടപ്പെടത്രേ. 1 കോടി രൂപ കൊണ്ട് കല്യാണം നടത്തിയത്ര ഒരുത്തൻ. എന്തവൻ്റെയൊക്കെ വിചാരം? ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين. ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين. നാളെ രാവിലെ വായി മെഡിക്കൽ കോളേജിലേക്ക്. പണം എടാ ഒരുത്തൻ്റെതുമല്ല. പണച്ചാക്കെ, പണം നിന്റെതാണെന്ന് നീ വിചാരിക്കണ്ട. പണം പടച്ചതമ്പുരാന്റെതാണ്. നിന്നെയൊക്കെ കൈകാര്യം ചെയ്തിട്ട് വരുന്നത് വരും.
ولا تبذر ولا تبذر تبذيرا ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين ولا تبذر تبذيرا നിങ്ങൾ ധനത്തെ ഇടിച്ച് പൊടിച്ച് കളയരുത്, നിങ്ങൾ അമിതവ്യയം ചെയ്യരുത്. ധനത്തെ നിങ്ങളുടെ പൊലിമ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഇടിച്ച് പൊടിച്ച് ധനം കളയരുത്. 1 ഉറുപ്പികക്ക് വേണ്ടി 10 ഉറുപ്പികന്റെ ഗുളിക വാങ്ങാൻ വേണ്ടി എത്ര പെണ്ണുങ്ങൾ നാണം വിറ്റിട്ടുണ്ടാവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര അഭിശബ്ദമായ കഥകൾ ഈ മെഡിക്കൽ കോളേജിനെ പറ്റി പറയാനുണ്ട്. എത്ര അഭിശബ്ദമായ കഥ. ഭർത്താവിന്റെ മരുന്ന് വാങ്ങാൻ വേണ്ടി എത്ര പെണ്ണുങ്ങൾ ഈ മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ നാണം വിറ്റിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, എനിക്കറിയാവുന്ന കഥകൾ, കാരണം പറയാൻ വയ്യ. എടാ, ഭർത്താവിന്റെ മരുന്ന് വാങ്ങാൻ വേണ്ടി എത്ര ലാവാറീസായ കുട്ടികൾ ഇവിടെ പറന്നിട്ടുണ്ട്. എന്തേ ഇവിടെ ഈ മെഡിക്കൽ കോളേജിന് കഥ പറയാൻ? നീയും ഞാനും ഒക്കെ 1 കോടി രൂപയുടെ കല്യാണം നടത്തുക. നിന്റെതല്ല, നിന്റെ ബാപ്പാന്റെതുമല്ല പണം എന്ന് പറയുന്നത്. വലാ തുബദ്ദിർ തബ്ദീറാ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. നിങ്ങളൊക്കെ മുസ്ലിംമാരെന്നാ പിന്നെ വിണ്ട് കെട്ടുമെന്നൊന്നും കരുതണ്ട. നിങ്ങളെയൊക്കെ ഈ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. ولا تبذر ولا تبذر تبذيرا ولا تبذر تبذيرا. ധനം നീ ഇടിച്ച് പൊടിച്ച് കളയരുത്. 1 ഉറുപ്പികക്ക് വേണ്ടി നാണം വെക്കുന്നവരുള്ള ലോകമാണിത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കും മനുഷ്യന്മാരെ, എന്താ നമ്മുടെ അവസ്ഥ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന മനുഷ്യരുടെ സമൂഹമല്ലേ ഇത്? ഒഴിവാക്കിയിട്ട് വേസ്റ്റ് കൊട്ടയിൽ നിന്ന് ഭക്ഷണം തിരയുന്ന മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 1 കോടി രൂപന്റെ കല്യാണം നടത്താൻ ഞാൻ പറഞ്ഞത് കമ്മി. ഞാൻ ഹംക്കെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹംക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത അർത്ഥം. അല്ലാഹു പറഞ്ഞത് അവൻ പിശാചിന്റെ സഹോദരനാണ് എന്നാ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. അവൻ പിശാചിന്റെ സഹോദരന്മാരാണ്, പണം ദൂർത്തടിച്ച് നശിപ്പിക്കുന്നവർ എന്ന പുണ്യനെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണില്ലേ മനുഷ്യന്മാരെ? അതുകൊണ്ട് സുമ്മകാന മിനല്ലദീന ആമനൂ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്രി എന്റെ റബ്ബേ, എന്താണ് അവിടെ ആയത്ത് പറഞ്ഞു വരുന്നത്? ഒക്കെ കാരുണ്യം മാത്രം. ജനങ്ങളോട് കരുണ കൊണ്ട് സഹകരിക്ക്. 10 ഉറുപ്പികല്ലാത്തവന് 10 ഉറുപ്പിക കൊടുക്ക്. ഡോക്ടറുടെ ഫീസ് കൊടുത്തിട്ട് പിന്നെ മരുന്ന് വാങ്ങാൻ കഴിയാതെ ആ ചീട്ടും കൊണ്ടുപോകുന്ന ആളുകൾ. മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു പെണ്ണ് പനി ബാധിച്ചപ്പോൾ ഒരു വീട്ടിലൊരു പെണ്ണിന് പനി ബാധിച്ചപ്പോൾ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടറുടെ ഫീസും ടെക്സ്റ്റുകളൊക്കെ അതിന് ചെയ്യേണ്ട ചില ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അവർ കൊണ്ടുപോയ പണം കഴിഞ്ഞു. ചിന്തിക്കണം കേട്ടോ, ചിന്തിക്കണം. എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. അങ്ങനെ മരുന്ന് കുറിച്ച് കൊടുത്തു. മരുന്ന് വാങ്ങാതെ മടങ്ങിപ്പോന്നു. മരുന്ന് തലയുടെ അടുത്ത് വെച്ചിട്ട് കിടന്നു. പനി മഞ്ഞപ്പിത്തമായി. ആ രോഗത്തിൽ ആ പെണ്ണ് മരിച്ചു പോയപ്പോൾ എല്ലാവരും കൂടി. മരിച്ചുപോയ ശേഷക്രിയകൾക്ക് എല്ലാവരും അടിയന്തരത്തിന് എല്ലാവരും അരി കൊണ്ടുപോയി കൊടുത്തു. ഈ അടിയന്തരത്തിന് കൊടുക്കുന്ന അരിയുടെ 10-1 നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു. എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവമാണിത്. എനിക്കറിയാം, സ്ഥലമൊക്കെ എനിക്കറിയാം. പക്ഷെ അത് ആ സ്ഥലവാസികളോട് ഗൈബത്താകും എന്നതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. മനസ്സിനെ വളരെ വേദനിപ്പിച്ചൊരു സംഭവം. ഏകദേശം 4 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് വിശ്വാസികളുടെ സംഘത്തിൽ ചേർന്ന് നീ പ്രവർത്തിക്കണം. പോലെ
എന്നിട്ടോ എങ്ങനെയുള്ള സംഘമായിരിക്കണം നിങ്ങളെ സംഘം? വതവാസൗ ബിസ്സബ്രി, കഷ്ടപ്പെടുന്നവനോട് ക്ഷമിക്കൂ, നിനക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറയുന്നവർ. കൗണ്ടറിലേക്ക് വന്നിട്ട് മരുന്ന് വാങ്ങിയിട്ടില്ലല്ലോ, ക്ഷമിക്ക്, പരിഹാരം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറയുന്നവർ. ഒരു ഖൗലും മഅറൂഫ്, ഒരു നല്ല വാക്കെങ്കിലും പറയാനും ഒരു കേന്ദ്രം വേണ്ടേ മനുഷ്യരെ? ഒരു കേന്ദ്രത്തിൽ ഇരുന്നിട്ട് രണ്ടാൾ ഖൗലും മഅറൂഫുൻ ഖൈറും മിന സദഖ, ചിലപ്പോൾ സദഖയേക്കാൾ വലുത് ഒരു നല്ല വാക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖൗലും മഅറൂഫ്, ഒരു നല്ല വാക്ക് പറയാം, സാരല്ലേട്ടാ സാരല്ലേട്ടോ, ഖൈറും മിന സദഖ, സദഖയേക്കാൾ നല്ലത് നല്ല വാക്ക് പറയല. ചിന്തിക്കണം, ചിന്തിക്കണം എന്തായി പറയുന്നത്. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة, ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്ന ജനങ്ങൾ, وتواصوا بالمرحمة, കാരുണ്യം കൊണ്ട് ഉപദേശിക്കുന്നവർ. കൊടുക്കൂ കൊടുക്കൂ, കൈ കാട്ടി ഇരക്ക്, കരുണ, ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യാൻ, രോഗിക്ക് വേണ്ടി കരുണ ചെയ്യാൻ, രോഗിക്ക് കരുണ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആളുകളെ ഉപദേശിച്ച് കണം വാങ്ങി കാരുണ്യത്തിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ സംഘത്തിൽ ചേർന്ന് നിൽക്കൂ. ഉലൈക അസ്ഹാബുൽ മൈമന, ഇവർക്ക് തന്നെയാണ് സിറാത്ത് പാലം കടക്കുക മാത്രമല്ല, ഇവർ തന്നെയാണ് ഉലൈക അസ്ഹാബുൽ മൈമന, ഇവരാണ് വലതുപക്ഷക്കാർ. UDF മനസ്സിലാക്കണ്ട, ഇവരാണ് വലതുപക്ഷക്കാർ. അതായത് നാളെ UDF LDF ഇതിൻ്റെ ചർച്ചയല്ല. ഉലൈക അസ്ഹാബുൽ മൈമന, അവർക്കാണ് വലത്തെ കയ്യിൽ കിതാബ് കിട്ടുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ആയത്തിൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ, ഈ ആയത്തിൻ്റെ തുടക്കത്തിലും ലാഭം പറയുന്നുണ്ട്, ഒടുക്കത്തിലും ലാഭം പറയുന്നുണ്ട്. തുടക്കം സിറാത്ത് പാലം രക്ഷപ്പെടുക, ഒടുക്കം സ്വന്തം ഏട് വലത്തെ കയ്യിൽ കിട്ടുക. അതിന് ഈ കാരുണ്യത്തിൻ്റെ പണിയെടുത്താൽ മതി. ഒന്നുകൂടി എൻ്റെ കൂടെ അങ്ങോട്ട് വരൂ, ആ വിഷയത്തിൽ നമുക്ക് പെട്ടെന്ന് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്വബ യതീമൻ ദാ മഖറബ أو مسكينا ذا مسربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. രണ്ട് നേട്ട, ഒന്നവര് സിറാത്ത് പാലത്തിൽ കിടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും അത് മുടിയേക്കാൾ നേർമയുള്ളതുമായിരിക്കും. അങ്ങനെയുള്ള അങ്ങനെയുള്ള നീണ്ടു നീണ്ടു കിടക്കുന്ന സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് അടിമയായ ഏതെങ്കിലും കാര്യത്തിന് അടിമപ്പെട്ടു പോയവനെ രക്ഷപ്പെടുത്തുക, മോചിപ്പിച്ചത്. രോഗത്തിനടിമയായപ്പോൾ, കിഡ്നി ഫെയിലായി, ക്യാൻസറായി, മറ്റെന്തെങ്കിലും രോഗമായി, അവനെ രക്ഷപ്പെടുത്തുക. പിന്നെയോ നിന്റെ ചാർച്ചക്കാരനായ യതീമിനോട് സഹകരിക്കുക എന്ന് മാത്രമല്ല, ഔ മിസ്കീനൻ ദാ മസ്റബ, മണ്ണിൽ വീണ് കിടക്കുന്ന രോഗി. മണ്ണിൽ വീണ് കിടക്കുന്നവൻ എന്ന് പറഞ്ഞത് രോഗികളെ കുറിച്ചാണ് പ്രധാനം. മറ്റു പലരെയും ഉണ്ട്, എങ്കിലും ഒന്നാം പ്രധാനം ഇവിടെ രോഗിക്ക്. മണ്ണിൽ അഭയം തേടുന്നവൻ ആരാണ്? രോഗി. മസ്റബ, തുറാബ്, മസ്റബ. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളെല്ലാവരും, നിങ്ങളും ഞാനും ഒക്കെ ഇതൊന്നും റഹ്മത്തുള്ള നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു വിചാരിക്കണ്ട. ഞാൻ നിങ്ങളെപ്പോലെ അതിൻ്റെ വരിക്കാരനാവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെ രക്ഷപ്പെടണം. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മതമില്ലാത്തവനാരാ? ഖുർആൻ പറഞ്ഞില്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതമില്ലാത്തവൻ ആരാ? മതമില്ലാത്തവനെ ആരായിട്ടാ പറഞ്ഞത്? ഒന്ന് ചിന്തിക്കുക. ആരാ മതമില്ലാത്തവൻ? മതത്തെ കളവാക്കിയവൻ, അള്ളാഹുവിനെ കളവാക്കിയവൻ, ദീനിനെ കളവാക്കിയവൻ, കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കളവാക്കിയവൻ. അതാണല്ലോ മതത്തിനെ കളവാക്കിയവൻ. ആരാ മതത്തെ കളവാക്കിയവൻ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം
വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. നോക്കൂ എന്തൊരു വാക്കാണ് പറഞ്ഞു നോക്കി. മതത്തിനെ കളവാക്കിയവനാരാ? യതീമിനെ ഒഴിവാക്കുന്നവൻ, മിസ്കീനെ കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. തന്റെ സഹജീവികളായ ഈ ലോകത്ത് കഷ്ടപ്പെടുന്ന എത്രയെത്ര ആളുകളുണ്ട് മനുഷ്യന്മാരെ. അതല്ലേ അവരെ കൂട്ടത്തിൽ നിൽക്കാനല്ലേ പുണ്യനബിയും ആഗ്രഹിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. ഒരാൾ മിസ്കീനോട് കൂടെ നിൽക്കുമ്പോൾ അയാൾ കൂടെ നിൽക്കുന്നത് മുഹമ്മദ് നബിയോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് മുഹമ്മദ് നബി ആരാ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വശ്റുനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും മിസ്കീന്മാരോടുകൂടെ മഹ്ശറയിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചവനാണ് മുഹമ്മദ് നബി, പ്രാർത്ഥിച്ചിരുന്നവനാണ് മുഹമ്മദ് നബി. അപ്പൊ ഒരാൾ മിസ്കീനോട് കൂടെ നിൽക്കുമ്പോൾ അവൻ കൂടെ നിൽക്കുന്നത് മുഹമ്മദ് നബി കൂടെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയേ അല്ലേ എന്ന് ചിന്തിക്കും. اللهم أحيني مسكينا وأمتني مسكينا واحشرني في زمرة المساكين. ഇങ്ങനെയുണ്ടോ ഒരു വേദം? ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? എന്താ മരുന്നും സൗകര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം വേദങ്ങളിലുമൊക്കെ, ഈ വേദത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വേദം കൊണ്ടുവന്ന മനുഷ്യൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മനസ്സിന് ബലം കൊടുക്കുകയാണ്. അതാണ് രോഗികൾക്ക് സ്വതക്ക കൊടുത്ത് ചികിത്സിക്കുവീൻ എന്ന് ഖാല റസൂലുള്ളാഹി. മനസ്സിനെ അയാൾക്ക് ഖുവ്വത്ത് ലഭിച്ചു. അയാൾക്ക് പൈസ കിട്ടി, മരുന്ന് കിട്ടിയിട്ടില്ല. അയാൾക്ക് 5000 റുപ്യ കിട്ടി. ആ 5000 റുപ്യന്റെ മരുന്നിന് ഉള്ള പൈസ അയാൾക്ക് കിട്ടി. അൽഹംദുലില്ലാ, ഇപ്പോൾ തന്നെ അയാളുടെ രോഗം പകുതി ഭേദമായി. ഇത് പറഞ്ഞ ഒരു മനുഷ്യന്റെ അനുയായികൾ എങ്ങനെ കാരുണ്യം മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുത്തു? എങ്ങനെ ഈ മതത്തിന്റെ സൗന്ദര്യം ചരിത്രത്തിന്റെ നാൾ വഴികളിൽ മുസൽമാനെ നിനക്കും എനിക്കുമൊക്കെ നഷ്ടപ്പെട്ടു പോയി? അത് കിടമത്സരങ്ങൾ കൊണ്ടാണ്. ആവശ്യമില്ലാത്ത കിടമത്സരങ്ങൾ അധികരിച്ചപ്പോഴാണ് മതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. എന്തൊരു മനോഹരം, എന്തൊരു മനോഹരം, എന്ത് പ്രയോഗം! ഇവിടെ നോമ്പ് പറയുന്നില്ല, ഇവിടെ ഹജ്ജ് പറയുന്നില്ല, ഇവിടെ ഒന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. മിസ്കീന് കൊടുക്കാത്തവൻ കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. അപ്പൊ 2 ബാധ്യതയുണ്ട്. ഒന്ന് കൊടുക്കുകയും വേണം. ഉറങ്ങി നിങ്ങൾ കൊടുത്താലും പോരാ, പ്രേരിപ്പിക്കണം. കൊടുക്കും വേണം, കൊടുക്കാൻ പ്രേരിപ്പിക്കും വേണം. നിങ്ങൾ ചിന്തിക്കുക. ഞാനൊരു സ്ഥലത്തേക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു സംഘം ആളുകളോട് കൂടെ ഒരു പിരിവിന് പോയി. അവർ വീട്ടിലേക്ക്, ആ വീട്ടുകാരൻ പിരിവ് തന്നു. പിന്നെ ചോദിച്ചു, ഇവിടെ ഇന്നാലിന്ന ആളുകളുടെയൊക്കെ വീട് ഇവിടെ അടുത്തല്ലേ എന്ന് ചോദിച്ചു. അതെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അവിടെയും കൂടി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴുണ്ട് ആ വീട്ടിൻ്റെ ഉമ്മര പടിമരത്തിന് ഒരു കുട്ടി കാത്തിരിക്കണം. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന മുമ്പ് കുട്ടി ഇങ്ങോട്ട് പറഞ്ഞു, വാപ്പ ഇവിടെ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് നേരം പിടിക്കും. ഇവിടെ തിരിഞ്ഞോ? ഒരു സ്ഥലത്ത് ഒരു പിരിവിന് പോയി. അവിടെ ഞങ്ങൾ പിരിവ് തന്നു. പിന്നെ ചോദിച്ചു, ഇന്നാലിന്ന ഈ ആളുകളുടെയൊക്കെ വീട് ഇവിടെ അടുത്തല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിലും കൂടെ ഞങ്ങൾക്കൊന്ന് കയറണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴുണ്ട് ഒരു കുട്ടി ഇന്ന് രജിസ്റ്റേർഡ് പറയാനുള്ള വാക്ക് പഠിച്ച് അങ്ങനെ കൃത്യമായിട്ട് ഉമ്മർപ്പടിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് കുട്ടി പറഞ്ഞു അപ്പോൾ ഇല്ല. അവിടെ നിന്ന് ഞങ്ങൾ 2ാമത്തെ വീട്ടിൽ പോയി. ആ വീട്ടിൻ്റെ അനുഭവം അങ്ങനെ തന്നെ. പിന്നെ ഞങ്ങൾ മടങ്ങി. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലേ? ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് കമ്പിയില്ല, കമ്പികൾ എത്തി. കൊടുത്താലും പോരാ, കൊടുക്കാൻ പ്രേരിപ്പിക്കണം. അന്ന് വൈകുന്നേരം ഒരു പക്ഷേ ഞങ്ങളൊക്കെ പോകുന്നതിന് ശേഷം ഈ മുതലാളിമാർ തമ്മിൽ കൊണ്ട് ചിരിച്ചിട്ടുണ്ടാവും. ഓരോരുത്തർ അവർ തമ്മിൽ അഡ്ജസ്റ്റ് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് പിന്നെ തോന്നി. ആദ്യം ആരടുത്താണോ വരുന്നത് അവർ മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാസത്തിലൊക്കെ ഒരാളെ പോലുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവാം.
ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ ഈ ലോകത്ത് നടക്കും. قالوا لم نكن من المصلين ولم نكن نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين فما تنفعهم شفاعة الشافعين. അല്ലാഹുവേ, അതിൽ ഒന്നാമത് പറഞ്ഞ വിഭാഗങ്ങളിൽ ഞങ്ങളെ പെടുത്തണമേ തമ്പുരാൻ. രണ്ടാമത് പറഞ്ഞ അവസ്ഥയെത്തോട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. സ്വർഗവാസികൾ സ്വർഗത്തിന്റെ മനോഹരമായ ആടുന്ന പല്ലക്കുകളിൽ ഇരുന്നിട്ട് നരകവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. സ്വർഗവാസികൾ ഇങ്ങനെ അനിൽ മുജ്രിമീൻ, അക്രമികളായ നരകവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. സ്വർഗവാസികൾ ഫേസ് ടു ഫേസ് നരകത്തിലുള്ള ആളുകളോട് സംസാരിക്കും. ആര് ആര് സ്വർഗക്കാർ ഇരുന്നിട്ട് വർത്താനം. എന്താ ചോദിക്കണം? നിങ്ങൾ ഈ സഖർ എന്ന ഈ ഭീകരമായ നരകത്തിൽ എത്തിയതെന്തേ എന്ന് ചോദിക്കുമ്പോ അവര് മറുപടി പറയും, ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ അല്ലാഹുവിന് കൊടുക്കേണ്ടതും കൊടുത്തില്ല, സൃഷ്ടികൾക്ക് കൊടുക്കേണ്ടതും കൊടുത്തില്ല എന്ന്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം, നോക്കൂ, മുഅ്മിനീങ്ങളെ വളരെ ആലോചിക്കണം, വളരെ ചിന്തിക്കണം. എല്ലാവരുടെയും അതിപ്രധാന ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി പറഞ്ഞു, അൽ ഖൽഖു ഇയാലുല്ലാഹ്, ഈ സൃഷ്ടികളെല്ലാം അല്ലാഹുവിന്റെ കുടുംബമാകുന്നു. സൃഷ്ടികളൊക്കെ അല്ലാഹുവിന്റെ കുടുംബമാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ അള്ളാഹുവിന്റെ കുടുംബമാണ്. എല്ലാം സൃഷ്ടികൾ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി മൊത്തം. അൽ ഖൽഖു ഇയാലുല്ലാഹ്, പുണ്യ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക, പുണ്യ നബി പറഞ്ഞു അൽ ഖൽഖു ഇയാലുല്ലാഹ്, അൽ ഖൽഖു ഇയാലുല്ലാഹ്, അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മൊത്തം അള്ളാഹുവിന്റെ കുടുംബമാണ്. ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ്, ഈ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും താല്പര്യമുള്ളത്, സ്നേഹമുള്ളത്, അഹ്സനു ഇലാ അയാലിഹി, അവന്റെ കുടുംബത്തിനോട് ഏറ്റവും ഔദാര്യവും സുഹൃതവും ചെയ്യുന്നവനെയാകുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ചിന്തിക്കണം. അങ്ങനെയാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരിക്കൽ തന്റെ ചാർച്ചക്കാരനായ ഒരു ബന്ധു, തന്നിൽ നിന്ന് സഹായം വാങ്ങിക്കാറുള്ള ഒരു ബന്ധു ആയിഷ ബീവിയെ കുറിച്ച് ഒരു മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞു. സിദ്ദീഖിന് അത് വളരെ വേദനിച്ചു റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കൊക്കെ അറിയാം സംഭവം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇല്ലാത്തൊരു കളവും ഒരു ഭീമമായ നുണയും പറഞ്ഞു പരത്തി ചില ആളുകൾ, ആ കൂട്ടത്തിൽ ചില സാധുക്കളായ സ്വഹാബികൾ കൂടി. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു മഹാനായ മിസ്തഹ് ഇബ്നു അസാസ് റളിയല്ലാഹു അൻഹു. മിസ്തഹ് സിദ്ദീഖുൽ അക്ബറിന്റെ അകന്ന ബന്ധുവ. മാത്രമല്ല സിദ്ദീഖിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ടായിരുന്നു മഹാനായ മിസ്തഹിന്റെ കുടുംബം ജീവിച്ചിരുന്നത്. ശ്രദ്ധിക്കണം, എന്റെ കൂടെ അല്ലേ, നേരം വൈകിയോ? മിസ്തഹിന്റെ കുടുംബം ജീവിച്ചിരുന്നത് സിദ്ദീഖ് കൊല്ലവും കൊടുത്തിട്ടാ. റളിയല്ലാഹു അൻഹു സിദ്ദീഖിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ മിസ്തഹിന്റെ കുടുംബം ജീവിക്കുമായിരുന്നുള്ളൂ. എന്നിട്ടും എപ്പോഴും സിദ്ദീഖായിരുന്നു മിസ്തഹിനെ രക്ഷപ്പെടുത്തിയിരുന്നത്. എന്നിട്ടും ഈ മിസ്തഹ് സിദ്ദീഖിന്റെ മകളായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞു പരത്തുന്നതിൽ മുന്നിൽ നിന്നു. ഈ വിഷയം അറിഞ്ഞപ്പോൾ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും എന്റെ ഒരു ചില്ലി ദിർഹം പോലും ഞാൻ മിസ്തഹിന് കൊടുക്കുകയേ ഇല്ല. സ്വാഭാവികമായും പറയേണ്ട ഒരു വാക്ക് തന്നെയാണത്. കാരണം താൻ ഇത്രയൊക്കെ സഹായിച്ചിട്ടും തൻ്റെ മകളെപ്പറ്റി മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞു വരുത്തിയപ്പോൾ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. ഉടനെ ആയത്തിറങ്ങി. ചിന്തിക്കണം, സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത് അന്നാണ് ഇറങ്ങിയത്. എന്താ പറഞ്ഞത്? ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. ولا
നിങ്ങളിൽ കഴിവുള്ള ആളുകൾ നിങ്ങൾ ഏതെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തുവെന്ന പേരിൽ ആ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മേലാൽ കൊടുക്കില്ല എന്ന് പറയാൻ ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു കാരണവശാലും പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. സിദ്ദീഖ് തൗബ ചെയ്തു ഈ ആയത്തിറങ്ങിയപ്പോൾ റളിയല്ലാഹു അൻഹു. ഖുർആൻ ആക്ഷേപിച്ചു. ആരെ ആക്ഷേപിച്ചു? തന്റെ റേഷൻ, തന്റെ പണം കൊണ്ട് റേഷൻ വാങ്ങിയിരുന്ന കുടുംബത്തിന് ഇനി മേലാൻ ഞാൻ റേഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ. അതിന്റെ പേരിൽ സിദ്ദീഖിന് ന്യായവുമുണ്ട്. സിദ്ദീഖിന്റെ മകളെ കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞു പരത്തിയതിൽ മിസ്തഹ് ഉണ്ടായിരുന്നു. പക്ഷേ ഖുർആൻ മിസ്തഹിനെയല്ല അവിടെ ആക്ഷേപിക്കുന്നത്, സിദ്ദീഖിനെ ആക്ഷേപിച്ചു. ആരാ സിദ്ദീഖ്? ഈ സമുദായത്തിന്റെ സമുന്നത വ്യക്തിയാകും. എന്നിട്ട് ആക്ഷേപിച്ചു. എന്തുകൊണ്ട്? പാവപ്പെട്ടവന് കൊടുക്കുന്ന ആനുകൂല്യം എന്ത് തെറ്റിന്റെ പേരിലാണെങ്കിലും തടയാൻ ഒരാൾക്കും അവകാശമില്ല. തെറ്റ് ചെയ്തു, മിസ്തഹ് ഇല്ലാത്ത നുണ പറഞ്ഞു പരത്തി. ആരെക്കുറിച്ച്? ആക്ഷേപിച്ചു. ഞാൻ എൻ്റെ കുട്ടിയെക്കുറിച്ച് നുണ പറഞ്ഞ ഉടനെ എൻ്റെ കുടുംബത്തിന് ഞാൻ ഒന്നും കൊടുക്കില്ല. ഇനി ഇതാണ് മുട്ടൻ ആയത്തിറങ്ങി. ആരെ ആക്ഷേപിച്ച്? മിസ്തഹിനെയല്ല. ആരെ? സിദ്ദീഖെ ഞാൻ തന്നിട്ടാണ് കൊടുക്കണത്, അത് കൊടുത്തേക്ക് പോകുന്നത്. സിദ്ദീഖ് ഈ ആയത്തിറങ്ങിയതിനു ശേഷം കാന യുളാഇഫു ഫീ നഫഖതിഹി അങ്ങനെ ഫീ ഇൻഫാഖിഹി. ഈ ആയത്തിറങ്ങിയതിൽ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് ഇരട്ടിയാക്കി. ചിന്തിക്കണം. അത് കാരണം ഇത് സിദ്ദീഖ്. ആരാ സിദ്ദീഖ് എന്നറിയോ? ആരാ സിദ്ദീഖ്? ഉറക്കം കൊണ്ട് പറയും. ആരാ സിദ്ദീഖ്? പാവപ്പെട്ടവന്റെ കൂട്ടുകാരനാ സിദ്ദീഖ്. അല്ലാതെ വെറുതെ ഒന്നും സിദ്ദീഖ് ആയതല്ല. വെറുതെ ഒന്നും സിദ്ദീഖ് ആയതല്ല. അതല്ലേ പാറക്കല്ലിന്റെ താഴെ കിടന്നിട്ട് അല്ലാ അല്ലാ എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനെ വിലക്ക് വാങ്ങാൻ ഒരാളില്ലാത്ത സാഹചര്യത്തിൽ ഉമ്മയ്യത്ത് ബിൻ ഖലഫിന്റെ അടുത്ത് പോയിട്ട് അനവധി അടിമകളുടെ വില കൊടുത്താണ് ബിലാലിനെ വാങ്ങിയത്. ബിലാലിനെ വാങ്ങി മോചിപ്പിച്ചു, പിന്നെ സ്വതന്ത്രനാക്കി സിദ്ദീഖുൽ അക്ബർ. ഉമ്മയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, ഈ അടിമയെ ഞാൻ വിൽക്കൂല, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ അടിമയെ തരാൻ ഇല്ല. സിദ്ദീഖ് പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ടത് ഈ അടിമയാണ്. നീ പാറക്കല്ലിലിട്ട് ഉരുട്ടുന്ന ഈ അടിമയെ എനിക്കൊന്നു കൊണ്ട എന്ന് പറഞ്ഞു. ഇവന്റെ തടി പഞ്ഞിയായിട്ടുണ്ട് സിദ്ദീഖെ, ഇനി നിനക്ക് ഇവന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇവനെ തന്നെ എനിക്ക് വേണ്ട. വാങ്ങി. ആര് വാങ്ങി? സിദ്ദീഖുൽ അക്ബർ ബിലാലിനെ വാങ്ങി. അപ്പോൾ മക്കക്കാർ കൈകൊട്ടി ചിരിച്ചു. മക്കക്കാർ പറഞ്ഞു, എന്തോ സിദ്ദീഖിന്റെ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ബിലാൽ. അവർക്കിടയിൽ എന്തോ രഹസ്യബന്ധമുണ്ടാവും. ബിലാലിനെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ രഹസ്യം ബിലാൽ പുറത്തു പറയുമെന്ന് പേടിച്ചതുകൊണ്ടാകും സിദ്ദീഖ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്ര പഞ്ഞിയായ ഒരാൾക്ക് ഇത്ര വലിയ പണം കൊടുത്ത് വിലക്ക് വാങ്ങുമോ? എന്നിട്ട് മോചിപ്പിക്കുമോ? ഉടനായത്തിറങ്ങി, ആർക്കെങ്കിലും ഒന്നും കൊടുക്കാനുണ്ടതുള്ളല്ല സിദ്ദീഖ് അത് ചെയ്തത്. സിദ്ദീഖ് ആ പാവപ്പെട്ടവന്റെ വേദന കേട്ടത് എന്തിനാ? അള്ളാന്റെ പൊരുത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹു സംപ്രീതനാകും, തൃപ്തിപ്പെടും സിദ്ദീഖിന്റെ കാര്യത്തിൽ. അവർക്കങ്ങോട്ട് പറയാം, പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയവൻ മാത്രമേ ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അങ്ങനെ ചരിത്രം, അങ്ങനെ തന്നെയാ ചരിത്രം. അല്ലേ? ആരാ സ്വർഗത്തിൽ? ചില ആളുകളുടെ കൈ കൊണ്ട് ചൂണ്ടിയാൽ നേരം വൈകിയോ? ശരി, എപ്പോൾ പിരിയണം എന്ന് പറഞ്ഞേക്ക്. നേരം വൈകിയോ? എപ്പോൾ പിരിയണം? അത്ര ചൂടാവണ്ട. ആയിക്കോട്ടെ, ഒരു 3 സ്വലാത്തിൽ എന്നാൽ
മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട CH മുഹമ്മദ് വയ സാഹിബിനും അവിടുത്തെ സഹായികൾക്കും ഒക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരാണല്ലോ ഇപ്പോൾ ഇതിനൊരു കാരണക്കാർ, അവരുടെ പേരിലാണല്ലോ ഇതുള്ളത്. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമുക്ക് ശേഷവും നമ്മെ സ്മരിക്കപ്പെടുന്ന ദീനിയായ സ്മാരകങ്ങൾ ചെയ്തു വെച്ച് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടം ഒരു ദീനിയായ വേദിയിൽ മരണശേഷം അയാളെ സ്മരിക്കപ്പെടുക എന്നതാണ്. അതാണ് സ്മാരകം. അല്ലാതെ അങ്ങാടികളിൽ കാണുന്ന കാക്കകൾ കാഷ്ടിക്കുന്ന സ്മാരകമല്ല സ്മാരകം. ഇതാ സ്മാരകം. ഇതൊക്കെ ഏറ്റവും വലിയ സ്മാരകമാണ്. നമ്മൾ മനസ്സ് തുറന്ന് ഈ ഇരിക്കുന്ന ആർക്കും ആമീൻ എന്ന് പറയാൻ കഴിയും CH മുഹമ്മദ് വയ സാഹിബിനെ പറ്റി പറഞ്ഞാൽ. കാരണം നന്മ മാത്രം ചെയ്ത് കടന്നു പോയ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും, അതാർക്കാ സംഭവിക്കാത്തത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സ്വർഗത്തിൻ്റെ അരുവികളെ കൽപ്പനാധികാരം കൊണ്ട് നടത്തുന്ന ഒരു വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ സ്വർഗത്തിൻ്റെ അരുവികളെ ഇങ്ങനെ ചൂണ്ടും. അവരുടെ കയ്യിൻ്റെ ചൂണ്ടുവിരലിൻ്റെ കൽപ്പനാധികാരമുണ്ടാവും. സ്വർഗത്തിൻ്റെ അരുവികളെ അവരൊന്ന് ചൂണ്ടിയാൽ അരുവി ഓടി വരും. തേനും പാലും ഒഴുകുന്ന സ്വർഗത്തിൻ്റെ അരുവികൾ ഇഷ്ടം പോലെ അങ്ങനെയുണ്ട്. മസലുൽ ജന്നത്തില്ലതി വഅദൽ മുത്തഖൂൻ فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. മനോഹരമായ അരുവികളുള്ള ലോകമാണ് സ്വർഗം. അല്ലാഹു അതിൽ നമുക്ക് കുടിപ്പിക്കട്ടെ, അല്ലാഹു നമുക്ക് കുടിപ്പിക്കട്ടെ. എന്നാൽ ഈ അരുവികളെ, ഈ തേനും പാലുമൊക്കെ ഒഴുകുന്ന വെള്ളവും സമൃദ്ധമായി ഒഴുകുന്ന അരുവികളെ കൽപ്പനാധികാരം കൊണ്ട് നടത്തുന്നവർ ആരാ? അപ്പോഴും നിങ്ങളെ കയ്യിലുള്ള കവറിലേക്ക് എൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും ആരാണത്. പറയുന്നുണ്ട് ഖുർആൻ. എൻ്റെ കൂടെ അങ്ങോട്ട് വന്നാൽ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം, പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ കഴിയും. അത്ര ആയത്തുകളൊക്കെ ഒന്ന് മനസ്സിന് കുളിരുള്ള ആയത്താ. രാത്രിയൊക്കെ അതൊന്ന് ഇരുന്ന് ഓരാൻ നോക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം, ശ്രദ്ധിക്കും. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് കാന മിസാജുഹാ കഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് ഫജ്ജിറൂനഹാ തഫ്ജീറ യുഫൂന ബിന്നദർ ويخافون يوما كان شره مستطيرا إنما نطعمكم لوجه الله ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. ഭയങ്കര ആ വാക്കിൻ്റെ ഒക്കെ ഒരർത്ഥം, അതിൻ്റെ ഒക്കെ ഒരർത്ഥം എത്രയാണ്. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തൊരായത്താണ് പറഞ്ഞു നോക്കെ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ഈമാനുള്ളവർക്ക് ഖുർആൻ ഓതുന്നത് കേട്ടാൽ രോമാഞ്ചമുണ്ടാവുന്നവരാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله. അതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അവർക്ക് രോമാഞ്ചുണ്ടാവും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. ഖുർആൻ ഓതുമ്പോൾ മൊബൈലൊക്കെ ഓഫ് ചെയ്യണം, എല്ലാം ഓഫ് ചെയ്യും. അല്ലാഹു നസ്സല ഏറ്റവും നല്ല വാർത്ത മനോരമയല്ല, ഏറ്റവും നല്ല വാർത്ത ചന്ദ്രികയല്ല, ഏറ്റവും നല്ല വാർത്ത മാധ്യമമല്ല, ഏറ്റവും നല്ല വാർത്ത മാതൃഭൂമിയല്ല, ഇതൊന്നുമല്ല ഏറ്റവും നല്ല വാർത്ത. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വാർത്ത ഇറക്കിയത് അല്ലാഹു ആകുന്നു.
നന്മ ചെയ്യൂ എന്ന് ആവർത്തിച്ച് പറയുന്ന ഗ്രന്ഥമാണിത്. പരസ്പര സദൃശങ്ങളാണ്, എവിടെയും വൈരുദ്ധ്യതയില്ല. അതിന്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് രോമാഞ്ചമുണ്ടാവും. ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, ഒക്കെ പറയും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. പിന്നെ അത് നടപ്പിലാക്കാൻ അവരുടെ മനസ്സും ശരീരവും വെമ്പൽ കൊള്ളും. അതൊന്നും നടപ്പിലാക്കി കിട്ടാൻ ഒരു ആയത്ത് ഓതിക്കേട്ടാൽ അവർക്ക് രോമാഞ്ചം ഉണ്ടാവും. അടുത്ത പരിപാടി ആ ആയത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء. നരകവാസികൾ സ്വർഗവാസികളോട് വിളിച്ചു കേഴും, കുറച്ച് വെള്ളം ഞങ്ങൾക്കും ഒഴുക്കിത്തരൂ. മനസ്സിലാവണില്ലേ? ഓർക്കെ പറയും, മനസ്സിലാവണില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കേട്ടോളൂ. എവിടെയാണ് ആയത്ത്? സൂറത്തുൽ അറാഫിന്റെ 50. കേട്ടോളൂ. ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء ومما رزقكم الله. എന്തെങ്കിലും ഒന്ന് ചൊരിഞ്ഞു തരുമോ? സ്വർഗവാസികളെ ആമോദിക്കുകയല്ലോ നിങ്ങൾ, ആനന്ദിക്കുകയല്ലോ നിങ്ങൾ. ആനന്ദത്തിന്റെ ഏറ്റവും വലിയ ആ രസദായകമായ വസ്തുക്കൾ ഇങ്ങനെ അനുഭവിച്ചിട്ട് സന്തോഷത്തിൽ ആറാടുകയല്ലോ നിങ്ങൾ. ഒരൽപ്പം ഞങ്ങൾക്കും അനഫീലു അലൈനാ മിനൽ മാ. നരകവാസികൾ സ്വർഗവാസികളോട് കരഞ്ഞു കേഴും, കുറച്ച് വെള്ളം ഞങ്ങൾക്ക് ചൊരിച്ചു തരുമോ? അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ പടച്ചവനെ രക്ഷിതാവേ, കാക്കണമേ റബ്ബേ. പൊങ്ങച്ചത്തെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഞങ്ങളെ അമല് പൊങ്ങച്ചത്തിലാകരുതേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളെ അമല് പൊങ്ങച്ചത്തിലാകരുതേ റബ്ബേ. ഞങ്ങൾ കാക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ റബ്ബേ. നോക്കൂ, എന്താ സ്വർഗവാസികളുടെ മറുപടി? എന്താ? ഒരു തുള്ളി വെള്ളം തരൂ എന്ന് പറയുമ്പോ മറുപടി എന്താ? ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇത് അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരു മുറുക്ക് വെള്ളം പോലും അവർക്ക് കിട്ടൂല. ഒരു വിഭാഗം നരകവാസി. സ്വർഗവാസി വെള്ളം മാത്രല്ല, കൈ കൊണ്ട് ചൂണ്ടിയിട്ട് പുഴയെ നടത്തും. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ആരാ നടത്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ നിങ്ങളെ കയ്യിലുള്ള ആ കവറിന് വഴിപ്പെടണം. ഞാൻ പറഞ്ഞുതരാം. ഒരു ഭാഗം വെള്ളത്തിന് വേണ്ടി കേഴും, കുറച്ച് വെള്ളം തരൂ. എന്താ മറുപടി? ഖാലൂ വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അനഫീലു അലൈനാ മിനൽ മാ ومما رزقكم الله قالوا إن الله حرمهما على الكافرين. കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അല്ലാഹു ഇത് നിഷിദ്ധമാക്കി എന്ന് പറയും. ഒരു തുള്ളി വെള്ളം കിട്ടാതെ നരകത്തിൽ കേഴും. ഒരു വിഭാഗമോ വെള്ളം കിട്ടുമെന്ന് മാത്രല്ല, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് كان مزاجها كافورا حين يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. അർത്ഥം ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞു തരാം. ഇന്നൽ അബ്റാർ, പുണ്യവാന്മാർ. ആരാണ് പുണ്യവാന്മാർ എന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
പുണ്യവാന്മാരെ പിന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. മനസ്സിലാവണില്ലേ? പുണ്യവാന്മാർ യശ്റബൂന മിൻ കഅസ്, നിറഞ്ഞ മധുചഷകങ്ങളിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കും. നിറഞ്ഞ മധുചഷകായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ പീയൂഷം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, കർപ്പൂരം കലർന്ന മേത്തരം ദ്രാവകങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കും. കർപ്പൂരം കലർത്തി കള്ളുടിക്കുക എന്ന് പറഞ്ഞത് അറബികൾക്ക് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ടുമായിരിക്കാം. പിന്നെ കർപ്പൂരം ഒരു അക്ഷയഗന്ധമുള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ യശ്റബു ബിഹാ ഇബാദുല്ലാഹ്. അതായത് ഒരു അരുവിയിൽ നിന്ന് അവർ കുടിക്കും. എന്ത് പിന്നെന്ത് കുടിക്കുക മാത്രമല്ല, അതിനെ ഒഴുക്കി നടത്തും. കൈ കൊണ്ട് ചൂണ്ടിയാൽ, അവർ കൈ കൊണ്ട് ചൂണ്ടിയാൽ പുഴ അങ്ങോട്ട് വരും. അല്ലാതെ അവർ കനാല് വെട്ടുകയല്ല, അങ്ങനെ അത് വെട്ടില്ല. അവർ കൈക്കൊണ്ട് കൊണ്ട് കിളക്കല്ല, അതൊന്നുമല്ല. കിളക്കണ്ട അങ്ങനെ ഉണ്ടല്ലോ, കിളക്കാൻ പറ്റില്ല. കനാലുണ്ടാക്കുന്നതാണ്, കിളക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. പഴയ കാലത്ത് ഒരു കവി നമുക്കൊരു കവിത പാടി തന്നിട്ടുണ്ടല്ലോ. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. അല്ലാഹുമ്മ ഗഫിർ ലഹു, 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 അല്ലാഹുമ്മ ഗഫിർ ലഹു. ഒരു കാലഘട്ടത്തിൻ്റെ വിശ്വാസം മുഴുവനും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ തുളുമ്പിയിരുന്നു. ഒരു വലിയ ജനതയ്ക്ക് വിശ്വാസം കിട്ടിയ കവിതകളാണത്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട എന്നൊരു കവി പാടിയിരുന്നു പണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു, 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 അല്ലാഹുമ്മ ഗഫിർ ലഹു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നാട്ടിലും ഞാൻ പ്രഭാഷണത്തിന് പോയി കഴിഞ്ഞ കൊല്ലം. അദ്ദേഹത്തിൻ്റെ മദ്രസയിലെ സദർ മുഅല്ലിമിനോട് ഞാൻ ചോദിച്ചു, എന്താ പ്രസംഗിക്കേണ്ടത്? അപ്പാ സദർ മുഅല്ലിം എന്നോട് പറഞ്ഞു, നിങ്ങൾ 8 മണിക്ക് തന്നെ കുട്ടികളെ കൊണ്ടുവരാൻ വരരുത് എന്ന് രക്ഷിതാക്കളോടൊന്ന് പറയണേ. അതിനെ വളരെ ചിന്തിപ്പിച്ചു. മനസ്സിലായില്ല നിങ്ങൾക്ക്? 7:30 മണിക്ക് കുട്ടികൾ മദ്രസയിൽ വരും, 8 മണിക്ക് കുട്ടികളെ വരാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളും വരും. ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു വിഷയത്തിലേക്ക് ചാടിപ്പോവും. അത് ചാടേണ്ടതുമാണ്. നാളെ നമ്മുടെ ധർണ നാളെയല്ലേ ധർണ വിജയിപ്പിക്കണം എല്ലാവരും. എന്തുകൊണ്ട് ഇതില്ലെങ്കിൽ ദീനില്ല. അല്ലേ നാളെ പ്രതിഷേധ റാലി 9 ധർണ. നാളെ പ്രതിഷേധ റാലി എല്ലാവരും വിജയിപ്പിക്കണം. എന്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ നടക്കണമെങ്കിൽ ഇത് നടക്കണം. മദ്രസ ഇല്ലാതെ ഒന്നുമില്ല. എ പഠിച്ചില്ലെങ്കിൽ ബി പഠിക്കുമോ? എ പഠിക്കാതെ എങ്ങനെ ബി പഠിക്കുക? മദ്രസ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. തഅല്ലമുൽ ലുഗത്തൽ അറബിയ്യ, അറബി ഭാഷ പഠിക്കുവീൻ എന്ന് പുണ്യനബി പറയുന്നു. فإنها لغتي ولغة القرآن ولغة أهل الجنة. അതെന്റെ ഭാഷയാണ്, അത് സ്വർഗത്തിന്റെ ഭാഷയാണ്, അത് വിശുദ്ധ ഖുർആന്റെ ഭാഷയാണ്, അത് സ്വർഗത്തിന്റെ ഭാഷയാണെന്ന് പുണ്യനബി. അതൊഴിവാക്കണ്ട. അതില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഒരു കാരുണ്യത്തിന്റെ സ്പർശവും ഇവിടെ ആർക്കും അറിയില്ല. ഇതില്ലെങ്കിൽ ഖുർആൻ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഹിന്ദുവും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഖുർആൻ സ്വാധീനിക്കപ്പെടാത്ത ഒരു ജനതയുമില്ല. ഒന്നുമില്ല, ആരുമില്ല. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, ജീവനുണ്ടായത് വെള്ളത്തിൽ നിന്നാണെന്ന് പടിഞ്ഞാറുകാർ പറഞ്ഞത് വെറുതെയല്ല. അതിന് കാരണം ഇസ്ലാമിക സ്പെയിനായിരുന്നു. ഇസ്ലാമിക സ്പെയിനിലെ പാഠങ്ങളാണ് പിന്നീട് ഏതൻസിലെയും ഗ്രീസിലെയും ആളുകൾ ഭാഷാന്തരം ചെയ്തത്. കാരണം ഖുർആനാണ്. സമുദ്രത്തിന് തിരമാലകളുടെ 2 ലെയർ ഉണ്ടെന്ന് പറയാൻ കാരണം ഖുർആനാണ്.
ഔ കലുലുമാതിൻ ഫീ ബഹരിൻ ലുജ്ജി യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്. കാരണം ഖുർആൻ എന്തിന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പത്രങ്ങളൊക്കെ അച്ചടിച്ചു വന്ന ആസ്ട്രോണമി കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട ഒരു പുതിയ ഭൂമിയെക്കുറിച്ചൊരു വാർത്തയുണ്ടായിരുന്നു ഇല്ലേ? കഴിഞ്ഞ മാസം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണത്. എന്തുകൊണ്ട്? ഭൂമി ഇത് മാത്രമല്ല, ഭൂമി ഇനിയും ഉണ്ട് എന്ന് കേരളത്തിൽ 8 കൊല്ലത്തിലോളമായി ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്. ഭൂമി ഇത് മാത്രമല്ല, അത് സ്റ്റീഫൻ ഹോക്കിംഗ് കണ്ടുപിടിച്ചത് ഇന്നലെയാ, കഴിഞ്ഞ മാസം. ഈ ഏർനാട്ടുകാരനായി എനിക്ക് ശാസ്ത്രചിന്തയെക്കുറിച്ചൊരു ബോധം ഉണ്ടായിടുന്നുണ്ട്. അത് ഖുർആൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു ഇനിയും ഭൂമിയുണ്ട്, ഇനിയും ഭൂമിയുണ്ട്. ഭൂമി 1, 2 വന്നിട്ട് വെറുതെ ചൊവ്വയിലേക്ക് കയറ്റിവിട്ട് ആ പൈസ നാശാക്കി കളയണ്ട. ഭൂമി തന്നെയുണ്ട്. ഇത് കേട്ട ആളുകൾ, ഇത് 8 കൊല്ലമായി മുമ്പ് 8 കൊല്ലത്തിനിടയിൽ എന്നിൽ എന്ന് കേട്ടവർ ഈ സദസ്സിലുണ്ടാവും. ഉണ്ട്. തമാശ പറയല്ല. കാരണം ഖുർആൻ തന്നെ പുതിയ ഭൂമിയുണ്ട് എന്ന് ശാസ്ത്രചിന്തകൻ കണ്ടുപിടിച്ചത് മിഞ്ഞാന്നാണ്. റഹ്മത്തുള്ള 8 കൊല്ലത്തോളമായി കേരളത്തിൽ 100 കണക്കിന് വേദികൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഭൂമിയുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു ഇനിയും ഭൂമിയുണ്ട്. അതൊക്കെ എന്നെ പറയാൻ പ്രേരിപ്പിച്ചത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഈ ഗ്രന്ഥമാണ്. ഞാൻ നീട്ടുന്നില്ല, അതെന്റെ വിഷയമല്ലല്ലോ. എല്ലാവരും വിജയിപ്പിക്കണം. മദ്രസ നിലച്ചു പോകരുത്. എന്ത് പേരിലാണെങ്കിലും മദ്രസ നിലച്ചു പോകരുത്. അത് നമ്മുടെ ജീവാണ്. അത് നമ്മുടെ പരലോകമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും ഒക്കെ സ്വാലിഹാക്കി തരട്ടെ, സ്വാലിഹത്തുകളാക്കി തരട്ടെ. അല്ലാഹു എല്ലാവരും സ്വാലിഹ്യങ്ങളും സ്വാലിഹത്തുകളും ആക്കി തരട്ടെ. അല്ലാഹു നമുക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ തരട്ടെ, കരുത്തുള്ള മക്കളെ തരട്ടെ, ഈമാനുള്ള മക്കളെ തരട്ടെ. ദീനീ പ്രബോധനം ചെയ്യാൻ കഴുത്തുള്ള ധീരന്മാരായ ചൊണ്ണക്കുട്ടികളെ മലബാറിനെ പഴയ ബാഫക്കത്തങ്ങളിലേക്ക് മടക്കി കൊണ്ടുപോകാൻ കഴിയുള്ള നല്ല ധീരന്മാരായ നാസ്വഹീങ്ങളെ അള്ളാഹു നമ്മുടെ മുതുകിലൂടെ ഉണ്ടാക്കി തരട്ടെ. അപ്പം അതുകൊണ്ട് നിർബന്ധമായും അത് നിങ്ങൾ എന്ത് ഒഴിവാക്കിയാലും നാളത്തെ പരിപാടികളിലൊക്കെ മദ്രസ നിലനിർത്താനുള്ള സമരങ്ങളിൽ കക്ഷിഭേദമന്യേ, അതിൽ UDF LDF കാണരുത്, കക്ഷിഭേദമന്യേ എല്ലാവരും രംഗത്ത് വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ വിഷയമല്ല അങ്ങേറ്റി പറയുന്നത്. നോക്കൂ, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് കാന മിസാജുഹാ കഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് ഒഴുകിക്കൊണ്ടുവരും. പിന്നെന്താ പറഞ്ഞത്? ആരാണ് ഇങ്ങനെ സ്വർഗത്തിന്റെ അരുവികളെ ഒഴുക്കാൻ കരുത്തുള്ളവരാരാ? അവരാരാ? വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബി. അവരാരാ? യുഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അവർ നേർച്ചക്കടങ്ങളെ വീട്ടുന്നവരാ. യൂഫൂന ബിന്നദ്രി, ഒരു കാര്യം നേർച്ചയാക്കിയാൽ അവര് വീട്ടും. കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കല്ല, പിന്നെ മാസം അത് അത് വേണല്ലോ പറയാം. അല്ല, അതിനൊരായത്ത് കണ്ടുപിടിക്കണമല്ല, അത് അഡ്വാൻസ് ആക്കി പറയാം. അവർ വലിയ ആളായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കല്ല മാത്രം. യൂഫൂന ബിന്നദ്രി, നേർച്ചയാക്കിയത് പിന്നെ അവർ കൃത്യമാക്കിയിട്ട് വീട്ടും, കൃത്യമായിട്ട് കൊടുക്കും. എന്തേയോ യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. ഭയാനകമായ ദിവസത്തെ അവർ പേടിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഭയാനകമായ ദിവസം ഒരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, 50,000 ദിവസത്തെ മഹ്ശറയുടെ രക്ഷയാണ്. 50,000 കൊല്ലത്തെ മഹ്ശർ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എന്തിനാ അവർ ഈ കൊടുക്കുന്നത്? എന്തിനാണ് ഈ നേർച്ചക്കടം വീട്ടുന്നത്? അവർ യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. പിന്നെന്താ? വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്.
لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. 10 മിനിറ്റ് കൊണ്ട് പിരിയ, ബേജാറാവണ്ട, ആരും എണീക്കണ്ട, 10 മിനിറ്റ് കൊണ്ട് പിരിഞ്ഞു. നാളെ നമുക്ക് ഇന്നത്തെ അത്ര നേരം പോകില്ല, നമുക്ക് തുടക്കം മുതലേ വിശലമായി തുടങ്ങുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് പോവാം. ഈ ആയത്തെ അർത്ഥം പറഞ്ഞാൽ ആരാണിവർ? എന്തുകൊണ്ട് സ്വർഗത്തിന്റെ അരുവികളെ നടത്താനുള്ള കരുത്ത് ഇവരുടെ കയ്യിലുണ്ടായി? എന്തുകൊണ്ട് ഇവർക്ക് ഇവരുടെ വിരൽ തുമ്പിന് കൽപ്പനാധികാരമുണ്ടായി? സ്വർഗത്തിന്റെ മഹാ അരുവികൾ പോലും കൽപ്പനാധികാരം കൊണ്ട് നടക്കാനുള്ള ത്രാണി എന്തുകൊണ്ടുണ്ടായി? അവർക്ക് തന്നെ ആവശ്യമുണ്ടപ്പോഴും അവർ കൊടുത്തു. ആർക്ക്? മിസ്കീനൻ. പറയൂ, മിസ്കീനൻ വയതീമൻ വഅസീറാ. മിസ്കീന് കൊടുത്തു, അഗതിക്ക് കൊടുത്തു. അവരാണ് കൊടുത്തത്. കൊടുത്തവരാണ് ഇങ്ങനെയാവുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്മക്ക് വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നന്മക്ക് വേണ്ടി ആളുകൾ കൈ ചൂണ്ടിയപ്പോൾ കൊടുത്ത ആളുകൾ ആ ചൂണ്ടുവിരൽ കൊണ്ട് സ്വർഗത്തിന്റെ അരുവികളാണ്. സ്വർഗത്തിലേക്ക് ആളുകൾ ഇങ്ങോട്ട് കൈ ചൂണ്ടിയപ്പോൾ, നന്മക്ക് വേണ്ടി ആളുകൾ കൈ നീട്ടിയപ്പോൾ കൊടുത്ത ആളുകൾ ആ ചൂണ്ടുവിരൽ കൊണ്ട് സ്വർഗത്തിന്റെ അരുവികളെ നടത്തും. ഇവർ ഈ കൊടുത്തവർ ചിന്തിക്കണം. എന്നിട്ട് അവര് പറയുകയും ചെയ്യും, അല്ലെങ്കിൽ മനസ്സിൽ കരുതും, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ ആർക്ക് വേണ്ടിയും നൽകുകയല്ല, ഞങ്ങൾക്കിതിൽ പ്രത്യേകമായ ഒരു താല്പര്യവുമില്ല. ഞങ്ങളുടെ താല്പര്യം ഇതിൽ ഞങ്ങളുടെ താല്പര്യം അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണ്. نخاف من ربنا يوما عبوسا قمطريرا. ഭയാനകമായ ദിവസത്തെയും നീണ്ട് ഭയാനകമായ ദിവസത്തെ പേടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത്? എന്തിനാ? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഞങ്ങൾ ഭയാനകവും നീണ്ടതുമായ ആ ദിവസത്തെ പേടിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിത് തരുന്നത് എന്നവർ മനസ്സിൽ കരുതും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവനാന്റെ പോക്കറ്റിൽ നിന്ന്, അവനാന്റെ വരുമാനത്തിൽ നിന്ന് മാസത്തിൽ ഒരു നിശ്ചിത സംഖ്യ കൊടുക്കുമ്പോഴൊക്കെ മനസ്സിൽ കരുതുക, ഞങ്ങൾക്ക് നിങ്ങളൊരു നന്ദി വേണ്ട, ആരുടെയും നന്ദി വേണ്ട. നന്ദി പറഞ്ഞുകൊള്ളുന്നോന് നന്ദി പറയേണ്ട ആവശ്യമില്ല. നന്ദിയൊന്നും പറയണ്ട, സ്വാഗതവും നന്ദിയൊന്നും നീട്ടി പറയേണ്ട ആവശ്യമില്ല. സ്വാഗതവും നീട്ടണ്ട, നന്ദിയൊന്നും നീട്ടണ്ട, ഒന്നും വേണ്ട. മുഅ്മിനീങ്ങൾക്ക് അതൊന്നും വേണ്ട. അതില്ലാത്തവർ ദേഷ്യപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. മുഅ്മിന് അതിന്റെ ആവശ്യം. അവർ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറാ. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ആ ദിവസത്തിന്റെ ആപത്തിനെ അല്ലാഹു ഒഴിവാക്കി കൊടുക്കുന്നത് ഈ ആളുകൾക്കാവുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആ കവർ കൊടുത്തിട്ടില്ല. എങ്ങനെ അതിനെന്താ ഉള്ളത്? പരിസംഖ്യല്ല. അങ്ങനെയാണ്. അല്ല, അങ്ങനെ കുറച്ച് സ്ത്രീകൾ അതിന് തയ്യാറാവുകയാണെങ്കിലോ? ആയിക്കോട്ടെ. സ്ത്രീകൾക്ക് വരിസംഖ്യനൊക്കെ അവർ കൊടുത്തിട്ടില്ല എന്ന് അവർ പറയുന്നു. എങ്കിലും ആവശ്യക്കാർക്ക് അത് വാങ്ങാവുന്നതാണ്. അതിന് കൗണ്ടറില്ലേ? കൗണ്ടറിൽ ഉണ്ടാവും, വാങ്ങാവുന്നതാണ്. അതിലൊന്നും നമ്മൾ ഒന്നും വ്യത്യാസം വരുത്തണ്ട. എല്ലാവർക്കും ഉള്ളത്. ആ പെണ്ണിനും ആണിനൊക്കെ അല്ലാഹു തആലാന്റെ സ്വർഗ്ഗം ഇല്ലാത്ത ഒരാളും ഇല്ല. എല്ലാവർക്കും ഉണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. എല്ലാവരും ഹബീബ നബി കൂടുതൽ സ്വതക്ക കൊടുക്കാൻ കൊടുക്കുന്നത് പെണ്ണുങ്ങളോടാണല്ലോ. പിന്നെ നിങ്ങളെന്തിനാ വിലം കണ്ട ആവശ്യം? ഇത്തക്കൊന്നാറ വലോ ബിശ്യക്ക് തമ്പ്ര. വയറിൽ കഴിയാൻ നേരത്തെ റസൂലുള്ള പെണ്ണുങ്ങൾ അടുത്തേക്ക് നടന്നു തന്നു.
എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളാണ് നരകത്തിനെ വല്ലാതെ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. നരീത്തുണ്ടല്ലോ, പിന്നെ നിങ്ങളായിട്ട് വിലം കണ്ട ആവശ്യം എന്താണ്? എല്ലാവരും കൊണ്ടുവരട്ടെ, എല്ലാവർക്കും ഇതിൽ ഭാഗമാക്കട്ടെ. يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. الله പ്രസന്നമായ വദനത്തോടെ അവരെ അഭിമുഖീകരിക്കും, പ്രസന്നതയോടുകൂടെ അഭിമുഖീകരിക്കും. അല്ലാഹു തആല സന്തോഷിച്ചായിരിക്കും ഇവരെ വിളിക്കുക. പാവപ്പെട്ടവരെ സഹായിച്ചവർ, പാവപ്പെട്ടവർക്ക് സഹായിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ നന്ദി വേണ്ട, അള്ളാഹുവിന്റെ നന്ദി മതി എന്ന് കരുതി, അള്ളാഹു നൽകിയാൽ മതി എന്ന് കരുതിയിട്ട് പാവപ്പെട്ടവർക്കുള്ള നീർച്ചയെ വീട്ടുന്നവർ, പാവപ്പെട്ടവർക്ക് ഭക്ഷണവും മരുന്നും സൗകര്യവും ഏർപ്പെടുത്തി കൊടുത്തവർ, അവരെ അള്ളാഹു അഭിമുഖീകരിക്കുമ്പോൾ വലഖാഹും നളറതൻ വസുറൂറാ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ. പട്ടണയിച്ച് അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പട്ടണി സ്വർഗവും പട്ടും നൽകും എന്നാണ് ആയത്ത്. അത് പറയാൻ തന്നെ വിശാലമായ സമയം വേണം. സ്വർഗവും പട്ടും നൽകും എന്ന്, സ്വർഗവും പട്ടും നൽകുന്ന, എന്താ സ്വർഗവും പട്ടും എന്ന് പറയാൻ കാരണം? ജന്നതൻ വഹരീറ, സ്വർഗവും നൽകും പട്ടും നൽകുന്ന. പട്ടും എന്ന് പറയുന്നത് ആദരവിന്റെ പ്രതീകമാണ്. അഥവാ അവരെ ആദരിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക. ഇത്തരം ആളുകളെ, പാവപ്പെട്ടവരെ സഹകരിച്ച ആളുകളെ ആദരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. പട്ട് ആദരവിന്റെ പ്രതീകമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദാവൂ മർലാക്കും ബിസ്സദഖ, നിങ്ങൾ നിങ്ങളെ രോഗികളെ, നിങ്ങൾ പറഞ്ഞ അർത്ഥം ദാവൂ മർലാക്കും ബിസ്സദഖ, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സ്വദഖ കൊണ്ട് ചികിത്സിക്കുക എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നാളെ മുതൽ ഇത് ഏർപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, പറഞ്ഞൊക്കെ സ്വാലിഹായ അമലാക്കി തരണമേ റബ്ബേ, ഇൽമിനെ ആഫിയാക്കി തരണമേ റബ്ബേ, ഇൽമിനെ ആഫിയാക്കി തരണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മക്കും ഉപ്പക്കും ഉസ്താദുമാർക്കും ഒക്കെ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ നിലക്കുള്ള ഈ യോജിപ്പിന് ഇവിടെ കാരണം ഉണ്ടായത് ബാഫക്കത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളടക്കമുള്ള മഹാന്മാരുടെ സേവനമാണ്. അള്ളാഹുവെ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണമേ തമ്പുരാനെ. അവരെ കാലത്ത് അവരെ കൂടെ നിന്ന ഉലമാക്കൾ, പ്രവർത്തിച്ച് അധ്വാനിച്ച ഉലമാക്കൾ, പ്രവർത്തകന്മാർ, സഹകാരികൾ, എല്ലാവർക്കും അള്ളാഹുവെ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവർക്കും പൊറുക്കണമേ റബ്ബേ. അവരൊക്കെ കത്തിച്ചു വെച്ച ആ ഐക്യത്തിന്റെ കൈത്തിരിയുമായി മുന്നോട്ട് പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ പ്രവർത്തനം സമൂഹത്തിന് ഉന്നമനമുണ്ടാകുന്ന ഇത്തരം സാമൂഹിക പ്രവർത്തനത്തിൽ പ്രതിജ്ഞാബദ്ധരായി രംഗത്തിറങ്ങാൻ ഓരോ ഇസ്ലാമിക പ്രവർത്തനത്തിനും ഈ ഉപദേശം ഒരു ദഅവത്ത്, ഒരു പ്രചോദനമാകണമേ തമ്പുരാനെ. എല്ലാ ആശുപത്രികളോടനുബന്ധിച്ചും CH സെന്ററുകൾ ഉണ്ടാകണമേ തമ്പുരാനെ. ഒരു രോഗിയും മരുന്നില്ലാതെ കഷ്ടപ്പെട്ട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് റബ്ബേ. ഒരു നേരത്തെ കഞ്ഞിക്കോ മരുന്നിനോ ഒരു ആശുപത്രിയുടെ പരിസരത്ത് കുടുങ്ങുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ കരുത്ത് നൽകുകയും അത് കൊടുക്കാനുള്ള തൗഫീഖ് നൽകുകയും ഞങ്ങളെ കീശയിലും പെട്ടിയിലും നീ നിറച്ചു തരികയും, ഇതൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പണക്കാർ ഇവിടെ ഉണ്ട് പടച്ചോനെ, ഒക്കെ നീ നിറച്ചു കൊടുക്കണമേ തമ്പുരാനെ. ഇന്ന അലൈനാ ലൽ ഹുദാ വഇന്ന ലനാ ലൽ ആഖിറത വല്ലൂല. ഈ ലോകവും പരലോകവും നിന്റെതാണ്, കൊടുക്കേണ്ടത് നീ മാത്രമാണ്. നീ കൊടുക്കണമേ തമ്പുരാനെ, നിറച്ചു തരണമേ റബ്ബേ. കൃഷിക്കാരെ കൃഷിയിൽ, ജോലിക്കാരെ ജോലിയിൽ, കച്ചവടക്കാരെ കച്ചവടത്തിൽ, ഉൽപ്പന്നത്തിൽ, വിളവിൽ, മുദ്ദിൽ, സായിൽ, അളവ് പാത്രത്തിൽ, തൂക്കപാത്രത്തിൽ ഒക്കെ നീ വർധനവ് നൽകണമേ തമ്പുരാനെ. നിറച്ചു തരണമേ തമ്പുരാനെ, നിറച്ചു തരണമേ തമ്പുരാനെ. എല്ലാവർക്കും നിറച്ചു തരണമേ തമ്പുരാനെ. എല്ലാവരും അങ്ങനെ നമ്മളോട് സഹകരിക്കുന്ന ഒരുപാട് ധനാഢ്യന്മാരും കഴിവുള്ളവരും അധ്വാനിക്കുന്നവരും കൂലിവേലയ്ക്ക് പോകുന്നവരും എല്ലാ മോമിനിയങ്ങൾ മോമിനാത്തുകൾക്കും ഇതൊരു പരലോകത്തേക്കുള്ള നിക്ഷേപമാക്കണമേ തമ്പുരാനെ. ഇതൊരു പൊങ്ങച്ചമല്ലാത്ത ഒരു ഖൈറാക്കണമേ തമ്പുരാനെ. ഇതിൽ ഞങ്ങളെ സമുദായത്തിന് വളർച്ച നൽകണമേ തമ്പുരാനെ. ഇത് ഈ ബേസിൽ ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് റിഷിയാബ് തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസ്തിത്വത്തിൽ സമുദായം വാർക്കപ്പെടണമേ തമ്പുരാനെ. ഈ രൂപത്തിൽ സമുദായത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ ഇരിക്കുന്ന ചന്തം കണ്ടപ്പോൾ മഞ്ചേരിയിലും നമുക്ക് ഇതുപോലത്തെ ഒരു പരിപാടി നടത്തണമെന്ന് തങ്ങൾ പറഞ്ഞു. തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണമേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണമേ തമ്പുരാനെ. തങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങൾ സമുദായത്തിന് നേരാവണ്ണം നയിക്കാനുള്ള കരുത്ത് എല്ലാ നേതാക്കൾക്കും കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവരെയും എല്ലാ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഖൈറിന്റെ അഹ്ലുകാരും സ്വലാഹിയത്തിന്റെ അഹ്ലുകാരും ആക്കണമേ തമ്പുരാനെ. എല്ലാവരും നന്നാക്കണമേ തമ്പുരാനെ. എല്ലാവരും സ്വാലിഹ്യങ്ങളാക്കണമേ റബ്ബേ. ജീവിതത്തിൽ വന്ന
വന്നുപോയ അബദ്ധങ്ങൾ എല്ലാവരിൽ നിന്നും മാപ്പാക്കണമേ തമ്പുരാനെ. ഖൈറും ബറക്കത്തും സലാമത്തും എല്ലാവർക്കും നൽകണമേ റബ്ബേ. ഈ നന്മയിൽ സഹകരിക്കാൻ കക്ഷിഭേദമന്യേ മതഭേദമന്യേ എല്ലാവർക്കും തൗഫീക്ക് ചെയ്യണമേ തമ്പുരാനെ. ഞാൻ അറിയുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്, ഞാൻ അറിയുന്നവരുണ്ട്. പടച്ചോനെ, ഈ ഐക്യവും മമതയും ഒക്കെ നീ നിലനിർത്തണമേ തമ്പുരാനെ. ഹിദായത്ത് കൊടുക്കണമേ തമ്പുരാനെ. പടച്ചോന്റെ വചനം കേട്ടിട്ട് ഹിദായത്ത് കൊടുക്കണമേ തമ്പുരാൻ. ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കണമേ തമ്പുരാൻ. ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കണമേ തമ്പുരാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ.